നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതായത് 19,800 അടുത്തായിരുന്നു ഓപ്പണിംഗ് വന്നിരുന്നത്. നമ്മൾ 19,800 കുറിച്ച് തന്നെ സൂചിപ്പിച്ചത് ഇതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, തിരിച്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് തന്നെ തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തുടക്കത്തിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടിയിരുന്നെങ്കിലും അതൊരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, 19,760 ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, 19,720 എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ലെവല് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. റൈറ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൽ കിട്ടിയിരുന്നത്. അതിനുശേഷം 19,760 ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ബൈ മൊമെന്റത്തിലായിരുന്നു മാർക്കറ്റ് നിലനിന്നിരുന്നത്. എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡ്, കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്ത് ശ്രദ്ധിക്കാം. അപ്പോൾ നിഫ്റ്റിയിലും ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തായാലും എങ്ങനെയാണ് ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് മാനേജ് ചെയ്യേണ്ടത്, വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഫ്ലാറ്റ് ഓപ്പൺ വരുമ്പോഴും വോളറ്റാലിറ്റിയിൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതിനൊക്കെ കുറിച്ചുള്ള പ്രൈസ് ആക്ഷൻ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കൃത്യമായിട്ട് നമുക്ക് എല്ലാ ട്രെൻഡും മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ലൈവ് മാർക്കറ്റ് വീഡിയോ സഹിതമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഇന്നത്തെ ഒരു ട്രെൻഡിൽ പോലും എക്സാക്റ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നിഫ്റ്റിയിലും വളരെ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് നിഫ്റ്റിയിൽ ഇന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിലായാലും 19,830 ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്തുക. അപ്പോൾ 830 ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ തന്നെ മാർക്കറ്റിൽ കൊടുക്കുക. ഒരു ലെവലിന് മുകളിൽ ബൈ സെന്റിമെന്റിലാണ്. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആയാലും 19,830 ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ്. 830 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 19,800 താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. അതായത് 19,780 760 ലെവലിലാണ് ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ 760 ഹോൾഡ് ചെയ്തുകൊണ്ട് 780 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ ഒരു ബൈയുടെ സെന്റിമെന്റിൽ. അതിനുശേഷമായാലും ലോവർ ലെവൽ സപ്പോർട്ട് 19,730 700 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് 760 ഹോൾഡ് ചെയ്തുകൊണ്ട് 780 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലാണ് മാർക്കറ്റിൽ കൂടുതൽ സാധ്യത വരുന്നത്. പക്ഷേ ഒരു സപ്പോർട്ടിൽ നിലനിൽക്കുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും സപ്പോർട്ട് ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇപ്പോൾ നിഫ്റ്റിയിലെ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലായാലും എക്സ്പയറി ആണ്. നമുക്ക് ഈ ഒരു എക്സ്പയറി ആയാലും നിഫ്റ്റിയുടെ ഈ ഒരു മൊമെന്റ് ആയാലും നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ അനുസരിച്ച് കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ ഇന്ന് സൂചിപ്പിച്ചിരുന്നത് 47,600 700 റെസിസ്റ്റൻസ് ഏരിയ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്നത് 47,450 എന്ന് വന്നിരിക്കുന്ന ലോ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആ ഒരു സപ്പോർട്ട് ലെവൽ വരെ വന്നതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തിരുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഇൻ കേസ് ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇത് നിങ്ങൾ ഏതൊരു ട്രേഡിംഗ് രീതി ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ജസ്റ്റ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡിൽ, നമുക്ക് ഏതൊരു ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലെങ്കിലും കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡിൽ മാർക്കറ്റ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ക്ലോസിങ്ങും
ഇതനുസരിച്ചാണ് ഈ ഒരു റെസിസ്റ്റൻസുകളും ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ തന്നെ 45,900 ഈ ഒരു ഹൈയുടെ അടുത്താണ് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് 47,680 റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 680 മുകളിലാണ് ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് 47,900 ആണ്. പക്ഷേ ഇൻ കേസ് ഒരു റെഡ് കളർ ക്യാൻഡിൽസ്റ്റിക്ക് നിലനിൽക്കുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹയർ ലെവലിലേക്ക് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് അറിയില്ല, പക്ഷേ റെസിസ്റ്റൻസ് കാണുന്നത് ഹയർ ലെവലാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിലായാലും സപ്പോർട്ട് കാണുന്നത് 45,550, ലോവർ ലെവൽ 45,450. അപ്പോൾ ഈ ഒരു രണ്ട് സപ്പോർട്ടുകളാണ് ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ സപ്പോർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് ബാങ്ക് നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ്, താഴത്തേക്കൊരു ഫ്രീ ഫാളിന് സാധ്യത കൂടുതലാണ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ആണെങ്കിൽ ബൈക്കാണ് സാധ്യത. 47,550 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 680 അടുത്താണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും 47,550 ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഫിനിഫ്റ്റി നമുക്ക് നോക്കാം. ഫിനിഫ്റ്റിയിലും വർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. ഫിനിഫ്റ്റിയിലും ആ ഒരു മൊമെന്റം സംഭവിച്ചിരുന്നു നോക്കുക. നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് 20,250 ആണ്. വളരെ എക്സാക്റ്റ് ആയിട്ട് 20,250 ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മാത്രമല്ല റെസിസ്റ്റൻസ് ഉണ്ട്, 20,370 ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ 370 അടുത്ത് വരെ പോയിട്ടാണ് ഫിനിഫ്റ്റിയിലായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു മുകളിൽ കയറിയിട്ടാണ് ഫിനിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലായാലും ഫിനിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഫിനിഫ്റ്റിയിലെ ലോവർ ലെവൽ സപ്പോർട്ട് 20,130 മുൻപ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. 20,190 130 ഹോൾഡ് ചെയ്തുകൊണ്ട് 190 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ലോവർ ലെവൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഫിനിഫ്റ്റിയിലും സപ്പോർട്ട് ലെവൽ ഇപ്പോൾ ഹയർ ലെവലായാലും 20,400 റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓപ്പണിംഗ് തന്നെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ 20,400 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസ് ആവുന്ന ഒരു സമയത്ത് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. 20,550 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് 20,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ലോവർ ലെവലിൽ ഈ സപ്പോർട്ട് കാണുന്നത് 20,280 അടുത്താണ് ഒരു സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു ലെവലാണ് സപ്പോർട്ട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നത്. ഫിനിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് ഒരു ക്യാനിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. ഷോർട്ട് സെല്ലിനായിരിക്കണം പിന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 400 എടുത്തുന്ന ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വീണ്ടും 20,80 ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ ഇത്തരം ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡ് ചെയ്ത് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും ഷെയർ ഓൺ കമ്പനിയോട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.